ഹായ് ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നിറയെ പൂക്കളൊക്കെ വിരിഞ്ഞിട്ടുണ്ട് കേട്ടോ. നല്ല ഭംഗിയാണ് കാണാൻ. അമ്മയുടെ അമ്പൽക്കുളത്തിൽ അങ്ങനെ തന്നെ നീലയും വെള്ളയും കളറിലെ അമ്പൽപ്പൂക്കൾ വിരിഞ്ഞ് നിൽക്കുന്നുണ്ട് കേട്ടോ. ഏതൻകുട്ടൻ ഇപ്പോൾ പൂ പറിക്കാനുള്ള പദ്ധതിയിൽ നിൽക്കുവാണേ. മണ്ണിൽ കുഴിച്ച് പൂവിട്ട് വെച്ചേക്കുന്നത് ഒരു എലീനെയാട്ടോ. രാവിലെ കണ്ടതാ പൂച്ച പിടിച്ച എലിയ. പൂച്ചേനെ തിന്നിട്ടില്ല. അതിനെ ഏതൻകുട്ടൻ പിടിച്ചോണ്ട് വന്ന് കുഴിച്ചിട്ട് പൂക്കളൊക്കെ ഇട്ട് വെച്ചേക്കുക. ഉച്ചത്തേക്ക് ചിക്കൻ കറി വെക്കാനായിരുന്നു കേട്ടോ പ്ലാൻ ഇട്ടത്. അതിന് തക്കാളിയും ഉള്ളിയും പച്ചമുളകൊക്കെ അരിഞ്ഞു വെച്ചു. ഇത് എല്ലും കപ്പയും വെക്കാൻ വേണ്ടിയിട്ട് എല്ല് വാങ്ങിച്ചുകൊണ്ട് വന്നതാട്ടോ. അത് നേരാക്കുകയാണേ അമ്മ. കൂടെ ഏതൻകുട്ടനും ഉണ്ട്. ചിക്കനൊക്കെ കഴുകിയെടുത്ത് പിന്നെ സാധാ വെക്കുന്ന പോലെ തന്നെ ഉള്ളിയും വെളുത്തുള്ളിയും സവാളയൊക്കെ അരിഞ്ഞ് ഇഞ്ചിയൊക്കെ അരിഞ്ഞെടുത്തിട്ട് ഇനി അതൊക്കെ ഒന്ന് വഴറ്റിയെടുക്കണം. അമ്മ മുളകും കരിയാപ്പിലയും പറിക്കാൻ വേണ്ടി പോയതാട്ടോ. സവാള, ഉള്ളി, വെളുത്തുള്ളി, ഇഞ്ചി, തക്കാളി ഇതെല്ലാം കൂടിയിട്ട് എണ്ണയിലൊന്ന് മൂപ്പിച്ചെടുത്തിട്ട് അതിലേക്ക് മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ചിക്കൻ മസാലയും കൂടി ഇട്ട് വഴറ്റിയെടുക്കുക കേട്ടോ ഇവിടെ ചെയ്യുന്നത്. ചിക്കൻ മസാലയും കൂടി ഇട്ട് നല്ലപോലെ എണ്ണയിലിട്ടൊന്ന് വഴറ്റി മൂപ്പിച്ചെടുത്തിട്ട് അതിലേക്ക് പിന്നെ ചിക്കൻ ഇടും. ചിക്കൻ കറി കഴിക്കുമ്പോൾ അമ്മ മസാലയൊക്കെ ഇട്ടിട്ട് എണ്ണയിലിട്ട് വഴറ്റിയിട്ട് അത് കുറച്ച് നേരം അങ്ങനെ മൂടി വയ്ക്കും. അപ്പം തന്നെ വെള്ളം ഒഴിച്ച് വേവിക്കില്ല കേട്ടോ. മൂടി വെച്ചിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് അമ്മ അതിൽ വെള്ളം ഒഴിക്കുള്ളൂ. അപ്പം മസാലയൊക്കെ ചിക്കനിൽ നല്ലപോലെ പിടിച്ച് നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. എന്താ പരിപാടി കുഞ്ഞേ? കുഞ്ഞേ അങ്ങനെ നമ്മുടെ ചിക്കൻ കറി റെഡി ആയിട്ടോ. അതിൽ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് സൂപ്പർ ചിക്കൻ കറിയായി. ഇനി നമുക്ക് ചോറുണ്ടാവും. ഒരു മിനിറ്റ് കണ്ണു തെറ്റിക്കഴിഞ്ഞാൽ ഏതൊരു അമ്പലക്കുളത്തിൻ്റെ അങ്ങോട്ട് പോകും. ഏതനെ നോക്കാൻ വേണ്ടി പോണ പോക്കാണ്. എന്താ പരിപാടി? മതി ഇവിടെ വാ. അവൻ്റെ കയ്യിൽ കവറിലിരിക്കണത് പായലാട്ടോ. അവൻ ആ വെള്ളത്തിൽ നിന്ന് വാരി എടുത്തേക്കുന്നതാണേ. ചിക്കൻ കറിയുടെ ഒപ്പം തന്നെ ഉരുളക്കിഴങ്ങും വഴുതനങ്ങയും കൂടിയിട്ടുള്ളൊരു മെഴുക്ക് വരട്ടി ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ മോരും ഉണ്ടാവും. മോരെപ്പോഴും നമുക്ക് ഫ്രിഡ്ജിലുണ്ടാവും. നമ്മുടെ സ്വാദിഷ്ടമായ ചിക്കൻ കറി കൂട്ടി ഉച്ചയ്ക്ക് ഏതപ്പത്തിന് ചോറ് വെക്കാൻ വേണ്ടി എടുക്കാം. 2-3 കഷ്ണങ്ങളൊക്കെ മതി. ഇവിടെ ചിക്കൻ കറി എന്ന് പറഞ്ഞ് നടക്കുമെങ്കിൽ അവനങ്ങനെ അധികമൊന്നും കഴിക്കുകയൊന്നുമില്ല.
ഉച്ച സമയമാണെങ്കിലും വലിയ വെയിലൊന്നും ഇല്ല കേട്ടോ. അതുകൊണ്ട് ഏതെങ്കിലും ഇങ്ങനെ പുറത്തിറങ്ങി നിൽക്കുകയാണ്. ഇനി വൈകുന്നേരത്തേക്ക് എല്ലും കാപ്പി ഉണ്ടാക്കാനുള്ള പരിപാടിയിലാട്ടോ അമ്മ.